വഴിയറിയാതെ വലഞ്ഞിടുമ്പോൾ കൂടെ നടക്കുമവൻ. തളരുമ്പോൾ തോളിൽ വഹിക്കുമവൻ, സർവശക്തനാം ദൈവം താൻ. 1 തിമോഥെയോസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, വാഗ്വാദം നല്ലതല്ല. ഇത് കഴിയുന്നിടത്തോളം ഒഴിവാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മകളും സഭകളുമായുള്ള ബന്ധത്തിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ദൈവിക വിഷയങ്ങളിൽ വ്യക്തിപരമായ ജയത്തിനും തോൽവിക്കും ഒന്നും സ്ഥാനമില്ലല്ലോ. അവിടെ ദൈവജനത്തിന്റെ അനുഗ്രഹമാണ് പ്രധാനം. കോപവും തർക്കങ്ങളും ഒഴിവാക്കി പ്രാർത്ഥിക്കാനാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം അനുസരിക്കാൻ സഹായിക്കണമേ. അനാവശ്യമായ തർക്കങ്ങളും ശാഠ്യങ്ങളും ഒഴിവാക്കി പ്രാർത്ഥനയോടെ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ തരണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.